അപ്പോൾ ഇനി നമുക്ക് ഈ നമ്പറിലേക്കൊന്ന് കോൾ ചെയ്ത് നോക്കിയാലോ? നമുക്ക് കോൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് മായ ആയിരിക്കും കോൾ അറ്റൻഡ് ചെയ്യുക. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഈ ഒരു AI വോയിസ് അസിസ്റ്റന്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. Hello, you've reached Alicia's clinic. My name is Maya. How can I help you? I would like to book an appointment for tomorrow. Sure. Can you tell me the specific time you'd prefer tomorrow, or should I check all available slots for the day? No, I would like to book at 11 a.m. The slot at 11 a.m. tomorrow is available. Can you provide me with your full name and phone number to proceed with the booking? Yes, my full name is Alia Ali, and my phone number is 32456789, and my location is Dubai. Thank you. What service would you like to book for? Dental appointment. അപ്പോൾ നമ്മുടെ ചെക്ക് അവൈലബിലിറ്റി ടൂൾ കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ഈ കാലണ്ടറിൻ്റെ ഉള്ളിൽ 9 AM 2 PM 2 സ്ലോട്ട്സ് ഓൾറെഡി അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ടോക്ക് ടു അസിസ്റ്റൻറ്റ് ക്ലിക്ക് ചെയ്യാണ്. Hello, you've reached Alicia's clinic. My name is Maya. How can I help you? Hi Maya, can you book an appointment for me tomorrow at 9 AM? Let me check that for you. Just a moment, please. It looks like the slot for tomorrow at 9 AM is not available. Would you like to choose another time or day? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ ഒരു AI വോയിസ് ഏജൻറ്റിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട 2 ടൂൾസാണ് വാപ്പിയും N8നും. വാപ്പി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വോയിസ് അസിസ്റ്റൻറ്റിനെ സെറ്റ് ചെയ്യുന്നത്. N8നാണ് നമ്മളിതിൻ്റെ വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു യൂസ് കേസിൽ നമ്മളൊരു ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റ് ബുക്കിംഗ് സിസ്റ്റമാണ് നമ്മൾ ഒരു ഡെമോ പർപ്പസിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഡിഫറെൻറ്റ് ബിസിനസ് യൂസ് കേസസിന് വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഓൾറെഡി എന്തെങ്കിലും ക്ലയൻറ്റ് മീറ്റിംഗ്സ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ റിമൈൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് കുറേ ക്ലയൻറ്റിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമ്മളായിട്ടൊരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നമുക്ക് കോൾഡ് കോളിങ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂസ് കേസസ് ഇതിനുണ്ട്. ഈ ഒരു ഡെമോ പർപ്പസ് ട്യൂട്ടോറിയൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റ് ബുക്കിംഗ് സിസ്റ്റമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു വാപ്പിയുടെ വെബ്സൈറ്റിലേക്ക് വരണം. wapi.ai എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോവുക. എന്നിട്ട് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. സൈനപ്പ് കൊടുത്തിട്ട് ഗൂഗിളോ അല്ലെങ്കിൽ ഗിറ്റ്ഹബോ ഡിസ്കോഡൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ അക്കൗണ്ടൊക്കെ യൂസ് ചെയ്തിട്ടോ ഗിറ്റ്ഹബോ ഡിസ്കോഡ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് സൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതാണ് വാപ്പിയുടെ ഡാഷ്ബോർഡ് വരുന്നത്. അപ്പോൾ നമുക്ക് വാപ്പിയിൽ നമ്മൾ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പം 10 ക്രെഡിറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. നമ്മൾ കോൾ വിളിക്കുന്നതനുസരിച്ച് നമ്മുടെ ഈ ഒരു ക്രെഡിറ്റ്സ് തീരും. അപ്പോൾ ഇത് പ്യുവർലി ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ബിസിനസ്സസിന് വേണ്ടിയിട്ട് അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിലായതുകൊണ്ട് തന്നെ ഇത് പെയ്ഡ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ വാപ്പിയുടെ ഉള്ളിൽ നമ്മൾ അത് കോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ്സ് കോള് കസ്റ്റമർ വിളിച്ചിട്ട് ഈ ഒരു ഏജൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതനുസരിച്ച് പേയ്മെൻറ്റ് പോകും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വാപ്പിയുടെ ഉള്ളിൽ അത് എന്താ പറയുക സെറ്റ് ചെയ്ത് വെക്കണം, ക്രെഡിറ്റ്സ് പർച്ചേസ് ചെയ്ത് വെക്കണം. ഇപ്പോൾ നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ 10 ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവൈലബിൾ ആയിരിക്കും. അത് വെച്ച് നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പിന്നെ ക്ലയൻറ്റിൻ്റെ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ കാർഡ് ആഡ് ചെയ്തിട്ട് കൂടുതൽ ക്രെഡിറ്റ്സ് പർച്ചേസ് ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ ഒരു ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിയുന്ന സമയത്ത് നമുക്കിവിടെ പല ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും.
അപ്പോൾ നമുക്ക് ഈ ഒരു ഏജൻറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ, ബട്ട് ഇതിന് വേണ്ടിയിട്ട് ബേസിക്കായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഈ ടാബിലേക്കാണ് നമുക്ക് പോവേണ്ടത്. ഇവിടെയാണ് നമ്മൾ അസിസ്റ്റൻറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കോള് അറ്റൻഡ് ചെയ്യുന്ന AI ഏജൻറ്റിനെ, AI ഏജൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു AI വോയിസ് അസിസ്റ്റൻറ്റിനെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ക്രിയേറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ അസിസ്റ്റൻറ്റിൻ്റെ പേര് എന്താണോ ആ ഒരു വോയിസ് ഏജൻറ്റിന് നമുക്ക് പേര് കൊടുക്കുന്നത് ആ പേര് കൊടുക്കാം. നമുക്ക് മായ എന്ന് പേര് കൊടുക്കാം. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ബ്ലാങ്ക് ടെംപ്ലേറ്റ് സെറ്റ് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ ഇവർ തന്നെ കുറച്ച് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് തന്നിട്ടുണ്ട്. അത് ചൂസ് ചെയ്യണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ബ്ലാങ്ക് ടെംപ്ലേറ്റ് ആണ് ചൂസ് ചെയ്യുന്നത്, കാരണം എല്ലാ പ്രോസസ്സും നിങ്ങളെ ഒന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബ്ലാങ്ക് ടെംപ്ലേറ്റ് ചൂസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് അസിസ്റ്റൻ്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റിനെ ഇവിടെ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡൽ ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ OpenAI പല ഡിഫറെൻറ്റ് മോഡൽസ് അവൈലബിൾ ആണ്. ഈ മോഡലുകളുടെ പൈസ വേറെ അഡീഷണൽ വരുന്നില്ല. വാപ്പിയുടെ ഉള്ളിൽ തന്നെ നമ്മൾ പേ ചെയ്യുന്നതിൽ നിന്ന് തന്നെയാണ് ഈ ഒരു പേയ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ പെർപ്ലെക്സിറ്റി ഉണ്ട്, അങ്ങനെ പല ഡിഫറെൻറ്റ് മോഡൽസ് അവൈലബിൾ ആണ്. ഏത് മോഡലാണെന്ന് വെച്ചാൽ നമ്മൾക്ക് വേണ്ട മോഡൽ ചൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ മോഡലും ചൂസ് ചെയ്യുക. ഇത് നമ്മുടെ പ്രൊവൈഡർ, അതുപോലെ ഇത് മോഡൽ, ഏത് മോഡലാണെന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് രണ്ടുമാണ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് തന്നെ ചൂസ് ചെയ്യുന്നത്, വേറെ ചേഞ്ച് ചെയ്യുന്നില്ല. അടുത്തത് നമ്മൾ ആദ്യം സംസാരിക്കണം എന്നുള്ള കാര്യം സെറ്റ് ചെയ്ത് കൊടുക്കുക. അസിസ്റ്റൻറ്റ് ഫസ്റ്റ് സംസാരിക്കണോ അതോ നമ്മുടെ കസ്റ്റമർ വിളിക്കുമ്പോൾ കസ്റ്റമർ സംസാരിച്ചതിന് ശേഷമാണ് അസിസ്റ്റൻറ്റ് സംസാരിക്കേണ്ടത് എന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും, ഒന്ന് അസിസ്റ്റൻറ്റ് സ്പീക്സ് ഫസ്റ്റ്, അസിസ്റ്റൻറ്റ് വെയിറ്റ്സ് ഫോർ ദ യൂസർ, അസിസ്റ്റൻറ്റ് സ്പീക്സ് ഫസ്റ്റ് വിത്ത് മോഡൽ ജനറേറ്റഡ് മെസ്സേജ്. അപ്പോൾ ആ രീതിയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അസിസ്റ്റൻറ്റ് സ്പീക്സ് ഫസ്റ്റ് എന്ന് കൊടുത്തു. ഇനി എന്താണ് ആദ്യം പറയേണ്ടത് എന്നുള്ളത് നമുക്ക് മെസ്സേജ് കൊടുക്കണം. അതാണ് ഫസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ വെറുതെ ഹലോ എന്ന് മാത്രം പറഞ്ഞാൽ മതിയെങ്കിൽ ഹലോ എന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കൊടുക്കുകയാണ്, ഹലോ യു ഹാവ് റീച്ച്ഡ് അലീഷാസ് ക്ലിനിക്, മൈ നെയിം ഇസ് അഞ്ജു, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. മൈ നെയിം ഇസ് മായ എന്നാണ് നമ്മുടെ ഏജൻറ്റ് പേര്. അപ്പോൾ ഞാൻ ഇവിടെ മായ എന്ന് മാറ്റി കൊടുക്കുകയാണ്. മൈ നെയിം ഇസ് മായ ആൻഡ് ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് ഫസ്റ്റ് നമ്മളുടെ അസിസ്റ്റൻറ്റ് ചോദിക്കേണ്ട ഒരു മെസ്സേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ നമ്മുടെ സിസ്റ്റം പ്രോംപ്റ്റ് കൊടുക്കണം. അതായത് എങ്ങനെയാണ് ഈ ഒരു വോയിസ് ഏജൻറ്റ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കറക്റ്റ് കാര്യങ്ങൾ നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നിടത്താണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ ഈ വോയിസ് ഏജൻറ്റ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ എൻ്റെ വീഡിയോസ് നമ്മൾ ഇട്ടപ്പോഴത്തേക്കിനും അതിൻ്റെ ഉള്ളിൽ നമ്മൾ AI ഏജൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ സിസ്റ്റം പ്രോംപ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു അല്ലേ. അത് വെച്ചിട്ടാണ് ഏജൻറ്റ് എങ്ങനെ വർക്ക് ചെയ്യണം, ഏതൊക്കെ ടൂൾ യൂസ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഈ സിസ്റ്റം പ്രോംപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതിലാണ് നമ്മൾ ഈ ഏജൻറ്റിൻ്റെ റോൾ എന്താണ്, ഈ ഏജൻറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അതുപോലെ ഓരോ ടൂൾസും എപ്പോഴാണ് കോൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു സിസ്റ്റം പ്രോംപ്റ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് ഈ ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഉള്ളിൽ AI നമുക്ക് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് തരും. അങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്തത് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻലി മെൻഷൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒന്ന് ഐഡൻറ്റിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഈ ഒരു ഏജൻറ്റിൻ്റെ പേര് പറയുന്നുണ്ട്, അലീഷാസ് ക്ലിനിക്കിലെ പേഷ്യൻറ്റ് സർവീസ് വോയിസ് അസിസ്റ്റൻ്റ് ആണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ബേസിക്കലി മെൻഷൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ സ്പീച്ച് സ്റ്റൈൽ എങ്ങനെയാണെന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് കസ്റ്റമറിന് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ മെയിൻലി മെൻഷൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇത് പ്രോംപ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം
ഇവിടെ നമ്മൾക്ക് വേറെ കുറച്ച് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ വോയിസ് കോൺഫിഗറേഷൻസ് നമുക്ക് മാറ്റാൻ വേണമെങ്കിൽ, കാരണം ഇപ്പോൾ ഇത് വാപ്പിയുടെ വോയിസ് ഏജൻറ്റിൻ്റെ സൗണ്ടുകളാണ് ഇതിലുള്ളത്. 11 ലാബ്സ് ഓപ്പൺ AI ഒക്കെ ആയിട്ട് ഇതിൽ ഇൻ്റഗ്രേഷൻസ് ഉണ്ട്. അപ്പോൾ 11 ലാബ്സിലൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഏതെങ്കിലും ട്രെയിൻഡ് വോയിസോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വോയിസ് ഉണ്ടെങ്കിൽ ആ വോയിസസിന് നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാനായിട്ട് പറ്റും 11 ലാബ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ഏതെങ്കിലും ഒരു വോയിസ് ID 11 ലാബ്സിൽ നിന്ന് കോപ്പി ചെയ്ത് കൊണ്ട് കൊടുത്താലും മതി കറക്റ്റായിട്ടുള്ളത് ഉണ്ടെങ്കിൽ. ഞാനിപ്പോൾ വാപ്പി തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ട്രാൻസ്ക്രൈബറാണ്. ട്രാൻസ്ക്രൈബർ എന്ന് പറയുന്നത് ഇവ യൂസ് ചെയ്യുന്നത് ഡീപ്ഗ്രാമാണ് ട്രാൻസ്ക്രൈബർ. അതായത് നമ്മളുടെ ഏജൻറ്റ് സംസാരിക്കുന്ന കാര്യങ്ങൾ ട്രാൻസ്ക്രൈബ് ചെയ്യണമല്ലോ. അതിനെ ട്രാൻസ്ക്രൈബ് ചെയ്തതിനെയാണ് നമ്മൾ നമ്മുടെ N8ൽ നമ്മൾ കൊടുക്കുന്ന ഏജൻറ്റിലേക്കൊക്കെ നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ട്രാൻസ്ക്രൈബറിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡീപ്ഗ്രാം എന്ന് പറയുന്ന പ്രൊവൈഡറാണ് ഇതിൽ ഏറ്റവും ട്രാൻസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു മോഡൽ വരുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ നോവ 3 നല്ല ബെസ്റ്റ് മോഡലാണ് ട്രാൻസ്ക്രിപ്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ലാംഗ്വേജസും കാര്യങ്ങളും ഉണ്ട്. ഡിഫറെൻറ്റ് ലാംഗ്വേജസ് നമുക്ക് ഏതാണ് നമ്മുടെ ഏജൻറ്റ് സംസാരിക്കേണ്ടതെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഡീനോയ്സിങ് എനേബിൾ, അതായത് യൂസർ സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നോയ്സോ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കോൺഫിഡൻസ് ത്രെഷ്ഹോൾഡ്, ട്രാൻസ്ക്രിപ്റ്റ്സ് വിത്ത് എ കോൺഫിഡൻസ് സ്കോർ ബിലോ ദിസ് ത്രെഷ്ഹോൾഡ് വിൽ ബി ഫിൽറ്റേർഡ് ഔട്ട്. അതായത് ആ ഒരു ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലെവലിൽ കുറവുള്ള ട്രാൻസ്ക്രിപ്റ്റ്സിനെ ഇവരെന്ത് ചെയ്യും, ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ടൂൾസ്, പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെയാണുള്ളത്. ടൂൾസ് നമ്മൾക്ക് ടൂൾസ് വെച്ചിട്ടാണ് നമ്മളുടെ ഏജൻറ്റ് നമ്മൾ N8ലേക്കുള്ള വെബ് ഹുക്ക് കോൾ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അസിസ്റ്റൻറ്റിനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് അടുത്തത് നമ്മൾ വോയിസ് ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ സെയിം ഇത് തന്നെയാണ്. നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കണ്ട എല്ലാം തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഡിഫറെൻറ്റ് ടാബ്സ് ആയിട്ടും കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് ഈ ഒരു ഏജൻറ്റ് കോസ്റ്റ് വരുന്നത് എന്നുള്ള കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും കോൾ വിളിക്കുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ ഈ കോസ്റ്റ് എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പം ഹോസ്റ്റിംഗ്, അതായത് വാപ്പിയുടെ ചാർജാണ് 0.05 എന്ന് പറയുന്നത്. പിന്നെ ട്രാൻസ്ക്രൈബർ ഡീപ്ഗ്രാമിൻ്റെ കോസ്റ്റാണ് ഇതെന്ന് പറയുന്നത്. GPT-4o മോഡലിൻ്റെ കോസ്റ്റാണ് അടുത്തത് കാണിക്കുന്നത്. അതുപോലെ വാപ്പി വോയിസ് ഏജൻറ്റിൻ്റെ കോസ്റ്റാണ് അടുത്തത് കാണിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഒരു മിനിറ്റിന് എത്ര കോസ്റ്റ് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഓരോ മോഡലിനും ഓരോന്നും എത്ര ആണ് ചാർജ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഒരൊറ്റ കോസ്റ്റ് തന്നെയാണ് വരുന്നത്. സെപ്പറേറ്റ് ആയിട്ട് നമുക്കിപ്പം ഡീപ്ഗ്രാമിൻ്റെയും ഓപ്പൺ എഐയുടെയും ഒന്നും വേറെ എക്സ്ട്രാ അങ്ങനെ നമ്മൾ കോസ്റ്റ് സെപ്പറേറ്റ് അക്കൗണ്ട് ലിങ്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം വാപ്പിയിൽ തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ് കോസ്റ്റിൻ്റെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഉള്ളത് ലേറ്റൻസി ആണ്. ലേറ്റൻസി എന്ന് പറയുമ്പം എത്ര ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ഏജൻറ്റ് റിപ്ലൈ ചെയ്യുന്നതെന്നുള്ളതാണ് ലേറ്റൻസിയിൽ നിന്ന് വരുന്നത്, റെസ്പോൺസ് വരുന്നതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലും ഓരോ എത്ര ടൈം എടുക്കുന്നുണ്ട്. ട്രാൻസ്ക്രൈബറിൻ്റെ ഉള്ളിലാണ് 100 മില്ലി സെക്കൻഡ്സ് എടുക്കുന്നത്. GPT-4o മോഡലിനാണ് 600 മില്ലി സെക്കൻഡ്സ് എടുക്കുന്നത്. വാപ്പിയുടെ ഇതിൽ നിന്നാണ് 250 മില്ലി സെക്കൻഡ്സ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ അറിയാനായിട്ട് പറ്റും. അതനുസരിച്ച് നിങ്ങൾക്ക് മോഡലിനെ സ്വിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ നോക്കുമ്പം GPT-4o മോഡൽ നിന്നാണ് നമുക്ക് റെസ്പോൺസിൻ്റെ കാര്യങ്ങൾ കിട്ടാൻ ഡിലേ വരുന്നത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് മോഡൽസിനെ നമുക്ക് സ്വിച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്, കാരണം കോൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ക്വിക്കായിട്ട് നമുക്ക് ഏജൻറ്റ് കസ്റ്റമർ ചോദിക്കുന്നതിന് റെസ്പോൺസസ് കൊടുക്കണമല്ലോ. ആ ഒരു ഡിലേ വരാൻ പാടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ലേറ്റൻസിയുടെ കാര്യങ്ങൾ ഡിഫറെൻറ്റ് മോഡൽസും കാര്യങ്ങളും ഒക്കെ സ്വിച്ച് ചെയ്ത് നോക്കി ട്രൈ ചെയ്ത് നോക്കാം. എപ്പോഴാണ് നമ്മുടെ ഈ ഒരു ലേറ്റൻസി കുറഞ്ഞു വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ക്രിയേറ്റ് അസിസ്റ്റൻറ്റ് കൊടുക്കുക, നെയിം കൊടുക്കുക, പിന്നെ പ്രൊവൈഡർ നെയിം അതിൻ്റെ മോഡൽ നെയിം ചൂസ് ചെയ്യുക, ഫസ്റ്റ് മെസ്സേജ് കൊടുക്കുക, പിന്നെ സിസ്റ്റം പ്രോംപ്റ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ പബ്ലിഷ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമ്മളുടെ അസിസ്റ്റൻ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത് സംസാരിച്ച് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ഈ ടോക്ക് ടു അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. You've reached Alicia's clinic. My name is Maya. How can I help you? Hi Maya, what are the different services that you offer? Hi there. We offer general care, preventive care, cosmetic care, and some special treatments. Let me know if you'd like more details about any category. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഏജൻറ്റ്. ഇവിടെ ഒരു കാര്യം ടോക്ക് ചെയ്തപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. കാരണം നമ്മൾ പേര് കൊടുത്തത് മായ എന്നാണ്, പക്ഷെ വോയിസ് ഒരു മെയിൽ വോയിസ് ആണ് കൊടുത്തത്. അപ്പോൾ അത് നമുക്ക് മാറ്റി ഒരു ഫീമെയിൽ വോയിസ് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ നേഹ എന്ന് പറഞ്ഞൊരു വോയിസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. Hello, you've reached Alicia's clinic. My name is Maya. How can I help you? Maya, what are the different services that you offer? We offer general care, preventive care, cosmetic care, and special treatments. Let me know if you'd like to hear more about any of those. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഏജൻറ്റിനെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രോംപ്റ്റിൽ കൊടുത്ത സർവീസസും കാര്യങ്ങളുമാണ് ഇതിപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഞാൻ സിസ്റ്റം പ്രോംപ്റ്റ് ഇവിടെ നമ്മൾ റൈറ്റ് ചെയ്ത സമയത്ത് ഇവിടെ നോളജ് ബേസിൻ്റെ ഉള്ളിൽ ഏതൊക്കെയാണിത് സർവീസസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ കറക്റ്റായിട്ട് അതിപ്പോൾ നമ്മുടെ സർവീസസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ ഫയലിൽ നിങ്ങളുടെ ബാക്കി ഡേറ്റാസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. സെലക്ട് ഫയൽസ് ക്ലിക്ക് ചെയ്തിട്ട് പുതിയ ഫയലായിട്ട് നമ്മളുടെ ബാക്കി നോളജ് ബേസും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൂൾസ് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ടൂൾ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ കസ്റ്റം ടൂള് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് MCP കാര്യങ്ങളൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇന്നത്തെ ഇതിൽ നമ്മൾ കസ്റ്റം ടൂള് വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റം ടൂള് ക്ലിക്ക് ചെയ്യുക. കസ്റ്റം ടൂള് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ടൂളിൻ്റെ നെയിം എന്ന് പറയുന്നത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു അപ്പോയിൻമെൻറ്റ് ബുക്കിംഗ് സിസ്റ്റം ആണല്ലോ. അപ്പോൾ ഓൾറെഡി നമ്മളുടെ അടുത്തൊരു കാലണ്ടർ ഉണ്ടാവും, ബുക്കിങ്ങിൻ്റെ കാലണ്ടർ. ഇപ്പം ഞാനിവിടെ നമ്മൾ ചെയ്യുന്നത് ഗൂഗിൾ കാലണ്ടർ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഫറെൻറ്റ് കമ്പനിയുടെ എന്താണ് ബുക്കിംഗ് സിസ്റ്റംസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഞാനിത് ബിഗിനർ ലെവൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഗൂഗിൾ കലണ്ടർ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു കലണ്ടറിൽ ഓൾറെഡി അപ്പോയിൻമെൻറ്റ്സ് ആ ഒരു ടൈം സ്ലോട്ടിൽ ആ ഒരു ബുക്കിംഗ് ഉണ്ടോ എന്നുള്ളത് നമ്മൾക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യണം. അപ്പോൾ ആ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളിനെയാണ് നമ്മൾ ആദ്യം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓക്കെ, ചെക്ക് അവൈലബിലിറ്റി എന്ന് പറയുന്ന ഒരു ടൂളിനെ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്ക്രിപ്ഷൻ്റെ ഉള്ളിൽ ഈ ടൂൾ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. യൂസ് ദിസ് ടൂൾ ടു ചെക്ക് ദ calendar availability. ഓക്കെ, ഇനി ഇവിടെ അടുത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണ് അവൈലബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാരാമീറ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്രോപ്പർട്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡേറ്റ്, സ്ട്രിങ് ആണ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഓക്കെ. ഇത് നമുക്ക് റിക്വയർഡ് ഫീൽഡ് ആണെങ്കിൽ റിക്വയർഡ് ഫീൽഡാക്കി സെറ്റ് ചെയ്യാം.
ഇനി നമുക്ക് ഈ ഒരു ടൂളിനെ ഇവിടെ സേവ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ അവൈലബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ടുള്ള ടൂള് ക്രിയേറ്റ് ചെയ്തു. ഇനി അവൈലബിൾ ആണ്, കസ്റ്റമർ ചോദിച്ച ടൈമിലും ഡേറ്റിലും നമുക്ക് സ്ലോട്ട് അവൈലബിൾ ആണെങ്കിൽ ആ സ്ലോട്ട് ബുക്ക് ചെയ്യണം. അടുത്തത് അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് നമ്മൾക്ക് അടുത്തത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു ടൂള് ക്രിയേറ്റ് ചെയ്യാണ്. സെയിം രീതിയിൽ തന്നെ ക്രിയേറ്റ് ടൂള് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഫങ്ഷൻ ടൂള് ചൂസ് ചെയ്യുന്നു. ഇവിടെ ഞാൻ ഈ ടൂളിൻ്റെ പേര് കൊടുക്കുകയാണ് ബുക്ക് അപ്പോയിൻമെൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ പറയാണ് യൂസ് ദിസ് ടൂൾ when the user wants to book an appointment. ഓക്കെ, ഇവിടെ നമ്മൾക്ക് വേണ്ട പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂസറിൻ്റെ നെയിം വേണം, ഓക്കെ, ഇതൊരു റിക്വയർഡ് ഫീൽഡാണ്. എന്നിട്ട് നമ്മൾക്കിത് ക്രിയേറ്റ് ചെയ്യാം. ഇനി അടുത്ത പ്രോപ്പർട്ടി ആഡ് ചെയ്യാം, നെയിം, പിന്നെ ഫോൺ നമ്പർ, ഓക്കെ. ഇനി അടുത്ത ഫീൽഡ് നമുക്ക് വേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത്. സർവീസ്, എന്ത് സർവീസാണ് യൂസറിന് വേണ്ടതെന്ന് നമുക്ക് കൊടുക്കാം. ദ സർവീസ് ഹി ഹാസ് ബുക്ക്. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ഒരു ടൂളും നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് N8N ഉള്ളിൽ നമുക്ക് വർക്ക് ഫ്ലോസ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ആ വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വെബ് ഹുക്കിൻ്റെ URL ആണ് നമ്മൾക്ക് ഇനി ഇവിടെ കൊണ്ടുപോയി ആഡ് ചെയ്യേണ്ടത്. ഈ സെർവർ സെറ്റിങ്സിൻ്റെ ഉള്ളിൽ നമ്മൾക്കിവിടെ N8N URL നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് N8N ഉള്ളിൽ പോവാം. ഒരു ക്രിയേറ്റ് വർക്ക് ഫ്ലോ ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു വർക്ക് ഫ്ലോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. വർക്ക് ഫ്ലോയ്ക്ക് ഒരു നെയിം കൊടുക്കുകയാണ്, AI വോയിസ് ഏജൻറ്റ്. ഓക്കെ, ഇത് നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഒരു വെബ് ഹുക്ക് ട്രിഗറാണ്. ഈ വെബ് ഹുക്ക് ട്രിഗറിൻ്റെ ഉള്ളിൽ നമ്മൾക്കിവിടെ പോസ്റ്റ് മെത്തേഡാണ് വരുന്നത്. കാരണം നമ്മുടെ വാപ്പി നിന്നും വരുന്ന ഡേറ്റാസ് N8N ഈ വെബ് ഹുക്കിലേക്കാണ് നമുക്ക് റിസീവ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ HTTP മെത്തേഡ് പോസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു പ്രൊഡക്ഷൻ URL കോപ്പി ചെയ്യുക. പ്രൊഡക്ഷൻ URL കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾക്ക് വാപ്പിയുടെ ഉള്ളിൽ വന്നിട്ട് ഇവിടെ ഈ ഒരു സെർവർ URLൻ്റെ ഇവിടെ ഈ ഒരു URL നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സേവ് ക്ലിക്ക് ചെയ്യാം. ഇനി ചെക്ക് അവൈലബിലിറ്റി ടൂളിൻ്റെ ഉള്ളിലും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സെയിം URL തന്നെ നമ്മൾക്ക് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. അങ്ങനെ നമുക്കിത് സേവ് ചെയ്യാം. അതുപോലെ ഞാനിവിടെ ഇതിൻ്റെ ഉള്ളിൽ ടൈം ഔട്ട് എത്ര സെക്കൻഡ്സ് ആണെന്നുള്ളതും ഞാനിവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനതും സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് രണ്ടിടത്തും നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ സീക്രട്ട് ടോക്കൺ പോലത്തെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ലൈവായിട്ട് ക്ലയൻറ്റിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ ബിസിനസ്സിനൊക്കെ വേണ്ടി ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറച്ചും കൂടിയും സെക്യൂരിറ്റി പർപ്പസസിന് വേണ്ടിയിട്ട് സീക്രട്ട് ടോക്കണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ ട്യൂട്ടോറിയലിൻ്റെ കേസസിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല, പിന്നെ അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ URLും ടൈം ഔട്ടും സെറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വെബ് ഹുക്കിലേക്ക് കോള് വരുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു അസിസ്റ്റൻറ്റിനെ എടുക്കുക. മായ എന്ന് പറയുന്ന അസിസ്റ്റൻറ്റിനെ എടുത്തിട്ട് നമുക്ക് ടോക്ക് ടു അസിസ്റ്റൻറ്റ് കൊടുക്കാം. ടോക്ക് ടു അസിസ്റ്റൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വെബ് ഹുക്കിലേക്ക് കോള് വരണം. അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ ആ ഒരു കണക്ഷൻ കറക്റ്റായി നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഇവിടെ ആക്റ്റീവ് ആക്കുന്നുണ്ട്.
You've reached Alisha's clinic. My name is Maya. How can I help you? Can you book an appointment for me? Sure. Which day would you prefer for your appointment? Tomorrow. Got it. Let me just check the available slots for tomorrow. We have only morning slots available. Would you prefer 9 a.m. or 10 a.m.? ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മുടെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടൂളിലേക്ക് കോള് പോകണമായിരുന്നു. പക്ഷെ ടൂളിലേക്ക് കോള് പോയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടിയും ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ടൂളിലേക്ക് കോള് പോകില്ല. അപ്പോൾ ടൂളിലേക്ക് കോള് പോകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ റീചെക്ക് ചെയ്യേണ്ട കേസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ ഒരു ഏജൻറ്റിൻ്റെ ഉള്ളിൽ വന്നിട്ട് ടൂൾസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഇപ്പോൾ നമ്മൾ ബാക്കെൻഡിൽ ക്രിയേറ്റ് ചെയ്ത 2 ടൂൾസും കാണിക്കും. അപ്പോൾ ഈ 2 ടൂളും ഇതിന് എനേബിൾ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഏജൻറ്റിന് ഈ ടൂളുകളിലേക്ക് ആക്സസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ ക്യാൻ യു ബുക്ക് ആൻ അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഹാലുസിനേറ്റഡ് ആയിട്ട് ഇപ്പോൾ ജസ്റ്റ് ഡേറ്റ എടുത്ത് പറഞ്ഞതാണ്. കറക്റ്റായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ വെബ് ഹുക്കിലേക്ക് കോൾ പോയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ടൂള് കണക്ട് ചെയ്ത് കൊടുക്കാഞ്ഞത് കൊണ്ടാണ് ഇത് പോകാഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ ടൂള് കണക്ട് ചെയ്ത് കൊടുക്കണം. അത് മറന്നു പോകരുത്. ഓക്കെ, ഈ ടൂള് കണക്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ ബുക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ബുക്ക് അപ്പോയിൻമെൻറ്റ് ടൂളിലേക്ക് കോൾ പോകും. ബുക്ക് അപ്പോയിൻമെൻറ്റ് ടൂള് ഇങ്ങോട്ടേക്ക് കോൾ വരും. ഇവിടുന്ന് എന്ത് ചെയ്യും, നമ്മുടെ വെബ് ഹുക്കിലേക്ക് കോൾ പോകും N8N. അങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് ഫ്ലോ നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടി ഒന്ന് ട്രൈ ചെയ്യാം. Hello. You've reached Alisha's clinic. My name is Maya. How can I help you? Can you book an appointment for me for tomorrow? Certainly. Let me check the availability for tomorrow first. Can you please tell me which service you need? What are the services you offer? We offer general care, preventive care, cosmetic care, and special treatments. What service would you like to book for tomorrow? General care. It seems I couldn't retrieve the availability for tomorrow. Could we try with a different date, or is there anything else you'd like to know or do? ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ചെക്ക് അവൈലബിലിറ്റി ടൂളിലേക്ക് കോൾ പോയത് കാണാൻ പറ്റും. ഓക്കെ, ഈ ചെക്ക് അവൈലബിലിറ്റി ടൂളാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ചെക്ക് അവൈലബിലിറ്റി ടൂൾ. കാരണം അവൈലബിൾ ആണോ ആ കാലണ്ടർ സ്ലോട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ടൂളിലേക്ക് കോൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ വെബ് ഹുക്കിൽ ഡേറ്റ വന്നു എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ എക്സിക്യൂഷൻസിൽ വന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വെബ് ഹുക്കിലേക്ക് നമ്മളുടെ ഡേറ്റ വന്നിട്ടുണ്ട്. ഈ ഒരു വെബ് ഹുക്ക് കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച കാര്യങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബാക്കി വെബ് ഹുക്കിലേക്കുള്ള അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഔട്ട്പുട്ട് കാണാൻ പറ്റും. നമുക്ക് വെബ് ഹുക്കിൽ നിന്ന് വന്ന ഔട്ട്പുട്ട് കാണാനായിട്ട് പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചെക്ക് അവൈലബിലിറ്റി ടൂളിലേക്ക് കോള് പോയ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റും നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എന്താണ് നമ്മുടെ വോയിസ് ഏജൻറ്റും കസ്റ്റമറും തമ്മിൽ സംസാരിച്ചിരിക്കുന്ന ഫുള്ള് ട്രാൻസ്ക്രിപ്റ്റും ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഡേറ്റ ഒന്ന് കോപ്പി ചെയ്യാണ്. ഈ ഒരു ഡേറ്റ കോപ്പി ചെയ്തിട്ട് ഞാൻ എഡിറ്ററിൽ വന്നിട്ട് ഇവിടെ ഔട്ട്പുട്ടായിട്ട് ഈ ഒരു ഡേറ്റ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഔട്ട്പുട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു ഡേറ്റ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മളത് സേവ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു ഡേറ്റ നമ്മൾ ഫർദർ എക്സിക്യൂഷൻസിന് വേണ്ടിയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിൻ ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ പ്രാവശ്യവും ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഈ ഒരു വർക്ക് ഫ്ലോ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ ഓൾറെഡി ഈ ഒരു ഡേറ്റ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ വർക്ക് ഫ്ലോ കംപ്ലീറ്റ് ചെയ്യുന്നതും വരെ നമ്മളിത് ഓരോ നോഡ് ആഡ് ചെയ്ത് ഔട്ട്പുട്ട് ചെക്ക് ചെയ്താണല്ലോ നമ്മൾ ഓരോ നെക്സ്റ്റ് സ്റ്റേജസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ള് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഡേറ്റനെ അവിടെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഈ വരുന്ന ട്രാൻസ്ക്രിപ്റ്റിനെയൊക്കെ കൂടി നമുക്ക് നമ്മുടെ ഏജൻറ്റിലേക്ക് പാസ് ചെയ്യണം. അത് ഡിഫറെൻറ്റ് അറേയിൽ ഓരോ എലമെൻറ്റ്സ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ അതിനെയൊക്കെ നമ്മൾക്ക് കമ്പൈൻ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ 2 നോഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു സ്പ്ലിറ്റ് ഔട്ട് നോഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ സ്പ്ലിറ്റ് ഔട്ട് നോഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു നമ്മുടെ മെസ്സേജസിനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പാസ് ചെയ്ത് വിടുന്നത്. അപ്പോൾ ഈ ഒരു മെസ്സേജസിനെ ഇവിടെ പാസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നെക്സ്റ്റ് കമ്പൈൻ ചെയ്യണം നമുക്ക്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു നോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കമ്പൈൻ ചെയ്യേണ്ട ഫീൽഡ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം നമുക്ക് കറക്റ്റായിട്ടാണോ കിട്ടിയേക്കുന്നതെന്ന്. അപ്പോൾ നമുക്കതെല്ലാം കറക്റ്റായിട്ട് ഒറ്റ ഒരു ഇതിൽ തന്നെ നമ്മുടെ ഈ ഒരു ഔട്ട്പുട്ട് നമുക്ക് ജനറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഡേറ്റേനെ എല്ലാത്തിനെയും നമ്മളുടെ AI ഏജൻറ്റിലേക്കാണ് നമുക്ക് ഫീഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് എന്ത് ആഡ് ചെയ്യാം, നമ്മുടെ AI ഏജൻറ്റിനെ ആഡ് ചെയ്യാം. AI ഏജൻറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇവിടെ ഫസ്റ്റ് തന്നെ ഈ ഒരു സോഴ്സ് ഫോർ പ്രോംപ്റ്റ് എന്നുള്ളത് ഡിഫൈൻ ബിലോ ചൂസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇവിടെ നിന്ന് വരുന്ന ഈ ഒരു മെസ്സേജസിനെയാണ് നമ്മൾ ഇതിലേക്ക് ഇൻപുട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റം മെസ്സേജ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്താണ് നമ്മുടെ ഏജൻറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ സിസ്റ്റം മെസ്സേജായിട്ട് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. യു ആർ എ പ്രൊഫഷണൽ അപ്പോയിൻമെൻറ്റ് ബുക്കിംഗ് അസിസ്റ്റൻ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുത്തു. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ചാറ്റ് മോഡലും അതുപോലെ ടൂളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന മോഡല് നിങ്ങൾക്ക് ഓപ്പൺ എഐയുടെ മോഡൽസോ അല്ലെങ്കിൽ ജെമിനിയുടെ മോഡലോ ഏതാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഗ്രോക്ക് എന്ന് പറയുന്ന ഈ ഒരു പ്രൊവൈഡർ ഒരു മോഡലാണ് യൂസ് ചെയ്യുന്നത്. ഗ്രോക്ക് എന്ന് പറയുന്നത് നമ്മുടെ എലോൺ മസ്കിൻ്റെ ഗ്രോക്ക് അല്ല, ഇതൊരു LM പ്രൊവൈഡറാണ്. ഇതുപോലെയുള്ള ഓപ്പൺ സോഴ്സ് മോഡൽസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊവൈഡറാണ്. നമുക്ക് അവരുടെ പേയ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഫാസ്റ്റാണ്. 500 to 1000 ടോക്കൺസ് പെർ സെക്കൻഡ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഇതിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ നിങ്ങൾ അതിൽ അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് വെച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക. നമ്മൾ ആ പ്രൊവൈഡർ എടുത്തു കഴിയുമ്പോൾ ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മോഡൽസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഏതാണ് പ്രിഫേർഡ് ആയിട്ടുള്ള മോഡൽ എന്നുള്ളത് നമ്മൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് മോഡൽസ് നമുക്ക് കാണാൻ പറ്റും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഓപ്പൺ എഐയുടെ തന്നെ അവർ കഴിഞ്ഞ മന്ത് റിലീസ് ചെയ്തിരുന്ന ഒരു ഓപ്പൺ സോഴ്സ് മോഡൽസ് ഉണ്ട്. GPT-OSS എന്ന് പറഞ്ഞിട്ട് 20 ബില്യൺ പാരാമീറ്റേഴ്സിൻ്റെയും 120 ബില്യൺ പാരാമീറ്റേഴ്സിൻ്റെയും. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ 120 ബില്യൺ പാരാമീറ്റേഴ്സിൻ്റെ ഈ ഒരു മോഡലാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾക്ക് ടൂൾസാണ് ആഡ് ചെയ്യാനുള്ളത്. ഇവിടെ അപ്പോൾ നമുക്ക് 2 ടൂള് ആഡ് ചെയ്യണം. നമ്മൾ വാപ്പിയുടെ ഉള്ളിൽ ചെയ്ത പോലെ തന്നെ ആദ്യത്തെ ടൂള് അവൈലബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ടുള്ളൊരു ടൂള് ആഡ് ചെയ്യണം. അതുപോലെ അടുത്ത ടൂൾ എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാനായിട്ടുള്ളൊരു ടൂളും കൂടി നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ ടൂൾസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം അവൈലബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ടൂൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ കാലണ്ടറിൻ്റെ ടൂളാണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങളിത് ചൂസ് ചെയ്യുക, ഗൂഗിൾ കാലണ്ടർ ടൂൾ എടുക്കുക. അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് ഇത് കണക്റ്റ് ചെയ്യുക. ഈ ഗൂഗിൾ കാലണ്ടർ ഇതിൽ നമ്മൾ കണക്റ്റ് ചെയ്ത് വെക്കണം. അതിന് ശേഷം നമ്മൾ
കലണ്ടർ കൊടുക്കുക. കലണ്ടർ കൊടുത്തിട്ട് നമ്മൾക്ക് ഏതാണ് അവൈലബിലിറ്റി ചൂസ് ചെയ്യാനായിട്ടുള്ളതാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കലണ്ടറിൻ്റെ ആ ഒരു ഏതാണ് ലിസ്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെ ഇവിടെ സ്റ്റാർട്ട് ടൈമും എൻഡ് ടൈമും ആ ഒരു യൂസർ പറഞ്ഞിരുന്ന ടൈമാണ് ഇവിടെ നമുക്ക് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, അത് മോഡൽ ചൂസ് ചെയ്യാനുള്ള രീതിയിൽ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ടൂളിൻ്റെ നെയിമൊന്ന് നമുക്ക് ഇവിടെ മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് കൊടുക്കേണ്ടത് ഈ ഒരു വെബ് ഹുക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു നോഡാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി റെസ്പോണ്ട് വെബ് ഹുക്ക് എന്ന് പറയുന്ന ഈ ഒരു നോഡ് ആഡ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് റെസ്പോൺസ് കൊടുക്കേണ്ട ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ട്. JSON-ആയിട്ടാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് വാപ്പിർ തിരിച്ച് ആ റെസ്പോണ്ട് റിസീവ് ചെയ്യേണ്ട ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇവരുടെ ഡോക്യുമെൻറ്റേഷൻ്റെ ഉള്ളിൽ അവരത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെബ് ഹുക്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെർവർ റെസ്പോണ്ട് വിത്ത് ദ റിസൾട്ട് ഫോർ ഈച്ച് ടൂൾ കോൾ, ഈ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റിൽ വേണം നമ്മളത് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ എക്സ്പ്രഷൻസ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ ഈ ടൂൾ കോൾ ID എന്ന് പറയുന്നിടത്ത് നമുക്ക് ഈ നോഡൊന്ന് എക്സിക്യൂട്ട് ചെയ്യട്ടെ. ഈ ടൂൾ കോൾസിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ID എന്ന് പറയുന്നൊരു ഫീൽഡ് കിട്ടും. അതാണ് നമുക്കിവിടെ ID ആയിട്ട് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു ID ഇവിടെ പാസ് ചെയ്യാണ്. പിന്നെ അതുപോലെ നെക്സ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്താണോ നമ്മുടെ ഏജൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഔട്ട്പുട്ട് വരുന്നത് അതാണ് നമുക്കിവിടെ റിസൾട്ട്സ് ആയിട്ട് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാനിവിടെ ഈ ഒരു ഔട്ട്പുട്ട് ഇവിടെ നമ്മൾ പാസ് ചെയ്യാണ്. ഓക്കെ, ഇനി ഇവിടെ ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ നമുക്ക് ഒന്നും മാറ്റി കൊടുക്കാനുണ്ട്. ഇവിടെ നമ്മൾ റെസ്പോണ്ട് ഇമ്മീഡിയറ്റ്ലി ആയിരുന്നു നേരത്തെ കൊടുത്തത്. ഇപ്പം നമ്മൾ ഇതിൽ നിന്ന് റിട്ടേൺ കൊടുക്കുന്ന കാരണം യൂസിങ് റെസ്പോണ്ട് ടു വെബ് ഹുക്ക് നോഡ് വെച്ചിട്ടാണ് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയുകയാണ്. അതായത് ഇതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടാണ് തിരിച്ച് നമ്മുടെ ഇതിൻ്റെ റെസ്പോൺസായിട്ട് വെബ് ഹുക്കിൻ്റെ റെസ്പോൺസായിട്ട് കൊടുക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ ഒരു വാല്യൂസ് നമ്മുടെ വാപ്പിയിലേക്ക് തിരിച്ച് റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യാം. അപ്പോൾ ഇനി ഒരു അവൈലബിലിറ്റി ടൂള് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ഫസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ ഇനി നമുക്ക് ഇവിടുന്ന് വരുന്ന ഈ വെബ് ഹുക്കിലേക്ക് റെസ്പോണ്ട് ചെയ്യുന്ന ടെക്സ്റ്റിൽ എന്തെങ്കിലും നെക്സ്റ്റ് ലൈൻ /n എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നോഡും കൂടിയും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ഫംഗ്ഷൻ എഴുതി കൊടുത്തിട്ടുണ്ട്. /n പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ടെക്സ്റ്റായിട്ട് തന്നെ റിട്ടേൺ ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള ഒരു നോഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കിവിടെ ഈ ഒരു റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ ടെക്സ്റ്റായിട്ട് തന്നെയാണ് അതിന് റിട്ടേൺ കിട്ടേണ്ടത്, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എറർ വരും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ ഒരു നോഡും കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സേവ് ചെയ്തിട്ട് റൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെക്ക് അവൈലബിലിറ്റി ടൂൾ കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ഈ കാലണ്ടറിൻ്റെ ഉള്ളിൽ 9 AM 2 PM 2 സ്ലോട്ട്സ് ഓൾറെഡി അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ടോക്ക് ടു അസിസ്റ്റൻറ്റ് ക്ലിക്ക് ചെയ്യാണ്. Oh, you've reached Alicia's clinic. My name is Maya. How can I help you? Hi Maya, can you book an appointment for me tomorrow at 9 AM? Let me check that for you. Just a moment, please. It looks like the slot for tomorrow at 9 AM is not available. Would you like to choose another time or day?
Okay, then can you please check if tomorrow 2 p.m. is available? Let me check the availability for tomorrow at 2 p.m. Just a moment, please. The slot for tomorrow at 2 p.m. is also not available. Would you like to pick a different time? So, what are the available slots tomorrow? Let me check the available slots for tomorrow. Just a moment, please. Hello? I apologize for the wait. The available slots for tomorrow are at 1 p.m. and 3 p.m. Would you like to book one of these? Yes, please book for 1 p.m. then. Can I have your name, please? അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഓൾറെഡി ബുക്ക്ഡ് ആയിട്ടുള്ള സ്ലോട്ട്സ് അവൈലബിൾ അല്ല എന്നുള്ള രീതിയിൽ ചെക്ക് അവൈലബിലിറ്റി ടൂൾ വെച്ചിട്ട് ഇത് കൺഫേം ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇത് നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ട് 1 p.m. ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്കിവിടെ ഇതുപോലെ ഓട്ടോമാറ്റിക്കലി നമ്മൾ നെയിമും ഇമെയിലും ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും അത് ബുക്ക് ചെയ്യണം. അതാണ് നമുക്കിനി ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമുക്കിനി N8N വരാം. N8N വന്നിട്ട് ഇനി ഇവിടെ നമ്മൾ അടുത്ത ബുക്ക് അപ്പോയിൻമെൻറ്റിനുള്ള ടൂള് നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് സെയിം നമ്മുടെ കാലണ്ടർ ടൂള് തന്നെ ചൂസ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ അക്കൗണ്ട് കറക്റ്റായിട്ടുള്ള അക്കൗണ്ട് കണക്ട് ചെയ്യുക. ഇവിടെ റിസോഴ്സ് ഇവൻ്റ് കൊടുക്കുക, ക്രിയേറ്റ് കൊടുക്കുക, ഏതാണ് കാലണ്ടർ ലിസ്റ്റ് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നമ്മൾക്ക് സ്റ്റാർട്ടും എൻഡും കൊടുക്കണം. അത് നമ്മുടെ മോഡലിൽ നിന്ന് തന്നെ വരുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ അടുത്തത് നമുക്കിവിടെ ഈ ഫീൽഡുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ സമ്മറിയും, ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നിവിടെ ഇത് കാണിക്കുന്നതും ഇതാണ് സമ്മറി ഫീൽഡായിട്ട്, പിന്നെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ അത് രണ്ടും നമുക്ക് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമ്മറി ആയിട്ട് നമുക്ക് എന്ത് സർവീസാണ് പേഷ്യൻ്റ് കൊടുത്തത് നമുക്ക് പ്രീവിയസ് നോഡിൽ നിന്നുള്ള ഇൻപുട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ആ സർവീസ് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ ഡിസ്ക്രിപ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് പേഷ്യൻറ്റിൻ്റെ നെയിം അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, നെയിം. ഓക്കെ, എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ നെയിം കൊടുക്കാം, അതുപോലെ ഫോൺ നമ്പർ കൊടുക്കാം പേഷ്യൻറ്റിൻ്റെ. എന്നിട്ട് ഈ ഫീൽഡ് നമുക്ക് ഇങ്ങോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിടാം. പിന്നെ നമുക്ക് കൊടുക്കേണ്ടത് ഇപ്പോൾ ലൊക്കേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ലൊക്കേഷനും ഇതുപോലെ തന്നെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ വർക്ക് ഫ്ലോ നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാ നോട്ട്സും നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബുക്ക് അപ്പോയിൻമെൻറ്റ് നോട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വാപ്പിയിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ അപ്പോയിൻമെൻറ്റ് ക്രിയേറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ബുക്കിംഗ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ടോക്ക് ടു അസിസ്റ്റൻറ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. Hello, you've reached Alicia's clinic. My name is Maya. How can I help you? Can you book an appointment for me tomorrow at 10 a.m.? Please hold on. The slot tomorrow at 10 a.m. is available. May I have your full name and a contact phone number so I can complete the booking? Yeah, my full name is Alisha Muhammad Ali and the contact number is 12345678. Thank you, Alicia. Could you please give me your location and the service you would like to book? Yeah, my location is Dubai and the service I would like to book is dental care. Please hold on. Your appointment for dental care has been booked. അപ്പോൾ ഇവിടെ അപ്പോയിൻമെൻറ്റ് ബുക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ പറഞ്ഞ ടൈമിന് 10 a.m. സ്ലോട്ടിലേക്ക് ഈ ഒരു അപ്പോയിൻമെൻറ്റ് ബുക്കായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെടുത്ത സർവീസ് ഇവിടെ ഇതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ഡിസ്ക്രിപ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ നെയിമും ഫോൺ നമ്പറും ലൊക്കേഷനും കൊടുത്തിരുന്നു N8N നമ്മൾക്ക് റിട്ടേൺ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കാര്യങ്ങളും എല്ലാം ഇവിടെ ഇപ്പം അതിലേക്ക് ആഡ് ആയിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് നമുക്ക് വാപ്പി യൂസ് ചെയ്തിട്ടും N18 യൂസ് ചെയ്തിട്ടുമുള്ള ഒരു ബുക്കിംഗ് സിസ്റ്റത്തിൻ്റേത് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു ഫോൺ നമ്പർ വെച്ച് ഇത് കണക്ട് ചെയ്യണമെങ്കിൽ വാപ്പിയുടെ ഉള്ളിൽ തന്നെ ഫോൺ നമ്പേഴ്സിൽ നിന്ന് ഈ ഒരു ടാബിൽ വരാം. എന്നിട്ട് ക്രിയേറ്റ് ഫോൺ നമ്പർ കൊടുക്കുക. ഇവിടെ ഒരു ഏരിയ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ US ഉള്ള ഒരു ഏരിയ കോഡ് നിങ്ങൾ നോക്കിയിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 326 എന്ന് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്രിയേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഫോൺ നമ്പർ ഇവിടെ ജനറേറ്റ് ആയിട്ട് തരും. അത് ആക്ടിവേറ്റ് ആവാനായിട്ട് ഇത്രയും ടൈം എടുക്കും. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ വന്നിട്ട് ഈ സെലക്ട് അസിസ്റ്റൻ്റ് ഓപ്ഷനിൽ നിന്നും നമ്മുടെ അസിസ്റ്റൻറ്റിനെ ചൂസ് ചെയ്യാം. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അസിസ്റ്റൻറ്റിൻ്റെ പേര് മായ എന്നാണല്ലോ. അപ്പോൾ ആ ഒരു അസിസ്റ്റൻറ്റിനെ നമ്മൾ ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ മായ എന്ന് പറഞ്ഞ് ചൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് സേവ് ചെയ്യുക. ഓക്കെ, ഇനി ഈ ഒരു നമ്പറിലേക്ക് നമ്മൾ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു അസിസ്റ്റൻറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളുമൊക്കെ ബുക്ക് ചെയ്ത് തരും. അപ്പോൾ ഇനി നമുക്ക് ഈ നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്ത് നോക്കിയാലോ? നമുക്ക് കോൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് മായ ആയിരിക്കും കോൾ അറ്റൻഡ് ചെയ്യുക. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഈ ഒരു AI വോയിസ് അസിസ്റ്റൻറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. റിയൽ കോൾ വെച്ചിട്ട് നമുക്കിനി ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ നമ്പറിലേക്ക് കോൾ ചെയ്യാണ്. അപ്പോൾ 001326 697 2945. Hello, you've reached Alicia's clinic. My name is Maya. How can I help you? I would like to book an appointment for tomorrow. Sure. Can you tell me the specific time you'd prefer tomorrow, or should I check all available slots for the day? No, I would like to book at 11 a.m. Please hold on. The slot at 11 a.m. tomorrow is available. Can you provide me with your full name and phone number to proceed with the booking? Yes, my full name is Alia Ali, and my phone number is 32456789, and my location is Dubai. Thank you. What service would you like to book for? Dental appointment. Please hold on. All set. Let me confirm. Your name, Alia Ali. Your phone number, 32456789. Your location, Dubai. Service, dental appointment, date and time, tomorrow at 11 a.m. We'll see you then. Thank you for contacting Alicia's clinic. Have a great day. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, നമ്മൾ കോൾ ചെയ്തു, ഓട്ടോമാറ്റിക്കലി നമ്മുടെ അപ്പോയിൻമെൻറ്റ് ഇവിടെ 11 മണിക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് AI വോയിസ് അസിസ്റ്റൻസിനെ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇത് വളരെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. നമ്മളതനുസരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി ഇതുപോലെയുള്ള AI ഏജൻസ് N18 യൂസ് ചെയ്തിട്ടും വാപ്പി യൂസ് ചെയ്തിട്ടും ഒക്കെ നിങ്ങൾക്ക് ബിൽഡ് പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മളിതിൻ്റെയൊക്കെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ ടീം അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ ഇതുപോലെയുള്ള AI അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.